Dear students, welcome to Learner's World. In this video, I'm going to talk about previous year question paper analysis, October 2024, FI UGP AEC English Literature, first semester, Calicut University. First semester, Calicut University, AEC English Language Skills for Literature എന്ന പേപ്പറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒക്ടോബർ 2024 നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. മാക്സിമം മാർക്സ് 50 ആണ്. ടൈം 1.5 hours ആണ്. 3 സെക്ഷൻസ് ആയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ. സെക്ഷൻ എ എന്ന് പറയുന്നത് ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഈച്ച് കറക്റ്റ് ആൻസർ ക്യാരീസ് 2 marks. ആൻസർ ഈച്ച് ഇൻ 2 or 3 sentences. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. ടോട്ടൽ 10 questions ആണ്. സീലിംഗ് വരുന്നത് 16 ആണ്. ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് 2 മാർക്ക് വീതമാണ് കിട്ടുന്നത്. 2 or 3 sentences-ലാണ് ആൻസർ ചെയ്യേണ്ടത്. സെക്ഷൻ ബി എന്ന് പറയുന്നത് ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഈച്ച് കറക്റ്റ് ആൻസർ ക്യാരീസ് 6 marks. ആൻസർ ഇൻ 100 words. സീലിംഗ് 24. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും 6 മാർക്കാണ് കിട്ടുന്നത്. 100 words എഴുതാനുള്ള ഒരു പാരഗ്രാഫ് ആൻസർ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 24 ആണ് സീലിംഗ്. സെക്ഷൻ സി എന്ന് പറയുന്നത് ആൻസർ എനി വൺ ക്വസ്റ്റ്യൻ ഈച്ച് കറക്റ്റ് ആൻസർ ക്യാരീസ് 10 marks. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ആൻസർ മാത്രം എഴുതിയാൽ മതി. ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുമ്പോൾ 10 മാർക്കാണ്. ഇത് ലോങ് എസ്സേ ആണ്. ഓക്കെ, സെക്ഷൻ എ നോക്കാം. എക്സ്പ്ലൈൻ ഉറുമ്പൂട്ടൽ മെൻഷൻഡ് ഇൻ സാരംഗ്. ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ദക്ഷിണ ഷോക്കേസസ് ദ വേ ഓഫ് ലിവിങ് അറ്റ് സാരംഗ് ബൈ ആതിര എം. ഒരു യൂട്യൂബ് വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ഉള്ളൊരു വർക്കാണിത്. ഇതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഉറുമ്പൂട്ടൽ എന്നുള്ളത് ഈ സാരംഗിൽ എങ്ങനെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യാം. ഉറുമ്പൂട്ടൽ ഈസ് എ ട്രഡീഷണൽ കേരള റിച്വൽ ഇൻ വിച്ച് പീപ്പിൾ ഫീഡ് ആൻസ് വിത്ത് എ സ്വീറ്റ് മിക്സ്ചർ മെയ്ഡ് ഓഫ് പുഴുക്കുലരി, ഗ്രേറ്റഡ് കോക്കനട്ട്, ജാഗറി ആൻഡ് ക്രഷ്ഡ് പപ്പടം. ഉറുമ്പൂട്ടൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു ആചാരമാണ്. പരമ്പരാഗതമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ആചാരമാണ്. അതായത് ഉറുമ്പുകൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അതായത് പുഴുക്കലരി, അതുപോലെ തേങ്ങ ചിരകിയത്, ശർക്കര, പപ്പടം പൊടിച്ചത്, ഇതൊക്കെ പാടെ കൂട്ടിയിട്ടാണ് ഒരു മിക്സ്ചറാണ് ഉറുമ്പുകൾക്ക് കൊടുക്കുന്നത്. ദ മിക്സ്ചർ ഈസ് സെർവ്ഡ് ഓൺ ബനാന ലീവ്സ് പ്ലേസ്ഡ് അറ്റ് ദ 4 corners ഔട്ട്സൈഡ് ദ ഹൗസ്. വീടിൻ്റെ 4 കോണുകളിലാണ് ഇത് വെക്കുന്നത്. അതായത് വാഴയില വെട്ടിയിട്ട് അതിലാണ് ഈ മിക്സ്ചർ വെക്കുന്നത്. ഉറുമ്പുകൾക്ക് കഴിക്കാനാണ്. ഇറ്റ് ഈസ് യൂഷ്വലി പെർഫോംഡ് ഓൺ ദ ഈവനിങ് ഓഫ് തിരുവോണം ആസ് എ ജസ്റ്റർ ഓഫ് കൈൻഡ്നസ് ആൻഡ് റെസ്പെക്ട് ടുവാർഡ്സ് ഓൾ ലിവിങ് ബീങ്സ്. ഇത് സാധാരണ ചെയ്യുന്നത് തിരുവോണത്തിൻ്റെ അന്ന് ഈവനിങ്ങിലാണ്. അതായത് എല്ലാ ജീവജാലങ്ങളോടും ഒരു ദയ കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാണ് ഉറുമ്പൂട്ടൽ എന്ന് പറയുന്നത്. വൈ ഡിഡ് ടാൻലീസ് ഫാമിലി ബ്രിങ് പോയ്സൺ വിത്ത് ദം ഇൻ ദെയർ ഇമിഗ്രേഷൻ ഫ്രം വിയറ്റ്നാം? എന്തുകൊണ്ടാണ് ടാൻലിയുടെ ഫാമിലി പോയ്സൺ വിയറ്റ്നാമിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് പോയ്സൺ കൊണ്ടുപോയത് എന്തുകൊണ്ടാണ്? ഇത് നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ്. മൈ ഇമിഗ്രേഷൻ സ്റ്റോറി ബൈ ടാൻലി. ഈ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ദേ ക്യാരിഡ് പോയ്സൺ ഇൻ കേസ് ദേ വർ ക്യാപ്ചേർഡ് ഓർ ഫോഴ്സ്ഡ് അൺബെയറബിൾ സഫറിങ് ഡ്യൂറിങ് എസ്കേപ്പ്. ഇറ്റ് സിംബലൈസസ് ദ ഡെസ്പറേഷൻ ആൻഡ് ഫിയർ അണ്ടർ വാർ ആൻഡ് ഓപ്പറേഷൻ. അവർക്ക് ഒരു ഭയം കൊണ്ടാണ്, അതായത് ഇനി പിടിക്കപ്പെട്ടാലോ, അവർ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് പിടിക്കപ്പെട്ടാലോ എന്ന് പേടിച്ചിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. ഇത് ഡെസ്പറേഷൻ, ഫിയർ, വാർ ആൻഡ് ഓപ്പറേഷൻ, ആ ഒരു ഇതിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഹൗ ഡിഡ് ദീപ മാലിക് ബ്രേക്ക് ദ കോൺസെപ്റ്റ് ദ പാരലൈസ്ഡ് പേഴ്സൺസ് ആർ സാഡ്? എങ്ങനെയാണ് ദീപ മാലിക് ഈ ഒരു ആശയം ബ്രേക്ക് ചെയ്തത്? അതായത് പാരലൈസ്ഡ് പേഴ്സൺ സാഡാണെന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്തത്? ഇത് നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ്. ദീപ മാലിക് വെൽക്കം ടു ദ വീൽ ചെയർ ഓഫ് ചേഞ്ച് ബൈ സുദാത്ത മുഖർജി. ഈ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ദീപ മാലിക് പ്രൂവ്ഡ് ദാറ്റ് ഡിസബിലിറ്റി ഡസ് നോട്ട് ഡിഫൈൻ വൺസ് ഹാപ്പിനെസ് ഓർ സ്ട്രെങ്ത്. ഹർ സക്സസ് ആസ് എ പാരലിമ്പിക് അത്ലറ്റ് ചലഞ്ചഡ് സ്റ്റീരിയോടൈപ്സ് ആൻഡ് ഇൻസ്പയർഡ് മെൻ ടു സീ ദ എബിലിറ്റി ബിയോണ്ട് ഡിസബിലിറ്റി. അപ്പോൾ അവർ പ്രൂവ് ചെയ്യുന്നുണ്ട് ഒരു ഡിസാബിൾഡ് പേഴ്സൺ എന്ന് പറയുന്നത് അയാളെ ഡിഫൈൻ ചെയ്യുന്നത് അയാളുടെ ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ സ്ട്രെങ്തോ ഒന്നും അടിസ്ഥാനത്തിലല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ആശയം പാരലൈസ്ഡ് പേഴ്സൺ സാഡാണെന്ന് പറയുന്നതിനെ
പൊളിച്ച് ചെയ്ത് ബ്രേക്ക് ചെയ്യുകയാണ് അതിൽ ചെയ്യുന്നത്. അതായത് അവരൊരു പാരലിമ്പിക് അത്ലറ്റാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ ആണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല, അവർക്ക് കഴിവുണ്ടാവില്ല അതിനെ മറികടന്നാണ് അവരൊരു പാരലിമ്പിക് അത്ലറ്റായിട്ട് മാറിയത്. ഈ ഒരു വിജയം തന്നെയാണ് ഈ ഒരു ആശയം പാരലൈസ്ഡ് പേഴ്സൺ ആർ സാഡ് എന്നുള്ളതിനെ ബ്രേക്ക് ചെയ്തത്. What is the golden rule of Amish Tripadi's mother? What is a rationale for that? അമിഷ് ത്രിപദീസ് മദറിൻ്റെ ഗോൾഡൻ റൂൾ എന്തായിരുന്നു? ഇത് നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് റെസിപ്പീസ് ഫോർ ലൈഫ് ബൈ അമിഷ് ത്രിപദി. ഈ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. Amish Tripadi's mother believed that children should eat whatever is served on their plates without complaint. അമിഷ് ത്രിപദിയുടെ അമ്മ ബിലീവ് ചെയ്തിരുന്നത് കുട്ടികൾ തൻ്റെ മുന്നിൽ തൻ്റെ പ്ലേറ്റിൽ എന്താണുള്ളത് അത് കഴിച്ചിരിക്കണം, ഒരു കംപ്ലൈൻറ്റും പറയാതെ. Her rationale was to teach them adaptability and appreciation for food. As a strict but caring parent, she wanted them to understand the value of adjusting to different situations and being grateful regardless of their likes and dislikes. പിന്നെ അവരുടെ ഒരു റാഷണൽ എന്ന് പറയുന്നത്, അതായത് ഫുഡ് ഏത് സർക്കംസ്റ്റാൻസ് ആണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്യണം, അതിനെ അപ്രിസിയേറ്റ് ചെയ്യണം. അതുപോലെ ഏതു സർക്കംസ്റ്റാൻസും ഏത് സിറ്റുവേഷനും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയണം. നമ്മളെപ്പോഴും നമ്മുടെ ലൈക്സും ഡിസ്ലൈക്സിനും ഉപരിയായിട്ട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നമുക്ക് ഫുഡ് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളതിൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. വാട്ട് ഈസ് അഡ്വൈസ് ഓഫ് ദ സ്പീക്കർ ഇൻ ഇൻട്രൊഡക്ഷൻ ടു പോയട്രി ടു ദ റീഡേഴ്സ് ഓഫ് പോംസ്? വായനക്കാരോട് എന്ത് അഡ്വൈസാണ് സ്പീക്കർ നൽകിയത് ഇൻട്രൊഡക്ഷൻ ടു പോയട്രി ഈ ഒരു വർക്കിൽ ബൈ ബില്ലി കോളിൻസ്? ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഇൻട്രൊഡക്ഷൻ ടു പോയട്രി ദ സ്പീക്കർ അഡ്വൈസസ് റീഡേഴ്സ് ടു എക്സ്പ്ലോർ പോംസ് വിത്തൗട്ട് ക്യൂരിയോസിറ്റി ആൻഡ് എൻജോയ്മെൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഫോഴ്സിങ് മീനിങ്സ് ഔട്ട് ഓഫ് ദം. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ ടു പോയട്രിയിൽ സ്പീക്കർ റീഡേഴ്സിനെ, വായനക്കാരോട് നിർദ്ദേശം നൽകുന്നത് പോംസ് നമ്മൾ വായിക്കുന്ന സമയത്ത് ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു എൻജോയ്മെൻറ്റോട് കൂടി മാത്രമേ വായിക്കാവൂ. അല്ലാതെ അതിൻ്റെ മീനിങ് എന്താണ്, അതിൽ ഒളിഞ്ഞു കിടക്കുന്ന മീനിങ് എന്താണ്, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്ന് നോക്കാൻ പാടില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള, അതൊരു ഫോഴ്സ് ചെയ്തുകൊണ്ട് റീഡ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഈ എൻകറേജസ് റീഡേഴ്സ് ടു എക്സ്പീരിയൻസ് ദ പോം ത്രൂ ഇമാജിനേഷൻ ആൻഡ് ഫീലിംഗ്, ടു ലിസൺ, ഒബ്സർവ് ആൻഡ് ഇൻട്രാക്ട് വിത്ത് ഇറ്റ് റാദർ ദാൻ അനലൈസ് ഓർ ടോർച്ചർ ഇറ്റ് ഫോർ ഇൻ്റർപ്രിട്ടേഷൻ. അദ്ദേഹം വായനക്കാരെ എൻകറേജ് ചെയ്തത്, പ്രോത്സാഹിപ്പിച്ചത് ഒരു പോം ഇമാജിനേഷൻ ആൻഡ് ഫീലിങ്ങിലോട് കൂടി വായിക്കുക, ലിസൺ ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, ഇൻട്രാക്ട് ചെയ്യുക, അല്ലാതെ അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് അതിനെ ടോർച്ചർ ചെയ്യരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. വൈ ഡിഡ്ന്റ് പി സി മുസ്തഫ കണ്ടിന്യൂ ഹിസ് ബിസിനസ് വിത്ത് താജ് ഹോട്ടൽ? എന്തുകൊണ്ടാണ് പി സി മുസ്തഫ താജ് ഹോട്ടലുമായിട്ടുള്ള ബിസിനസ് കണ്ടിന്യൂ ചെയ്യാതിരുന്നത്? പി സി മുസ്തഫ അറ്റ് ഹാർവാർഡ് കെന്നഡി സ്കൂൾ, ഇൻട്രാക്റ്റീവ് സെഷൻ വിത്ത് പി സി മുസ്തഫ. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പി സി മുസ്തഫ refused the Taj Hotel's large order for diamond cuts because the hotel planned to serve them as a bar snacks, with conflicted with his ethical stance against promoting alcohol consumption. He chose integrity over profit, staying true to his company's values of honesty and healthy food. പി സി മുസ്തഫ താജ് ഹോട്ടലുമായിട്ടുള്ള ഒരു ലാർജ് ഓർഡർ റിജക്റ്റ് ചെയ്തു. അത് ഡയമണ്ട് കട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രത്യേക ഒരു സ്നാക്കായിരുന്നു. ഇത് റിജക്റ്റ് ചെയ്യാനുള്ള കാരണം, ഈ ഡയമണ്ട് കട്ട്സ് ഈ ഒരു സ്നാക്ക് ബാർ സ്നാക്കായിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ പി സി മുസ്തഫയുടെ ബിസിനസ്സിൻ്റെ എത്തിക്സുമായിട്ട് ഇത് യോജിച്ചു പോകുന്നതല്ല. കാരണം ഇത് ആൽക്കഹോൾ കൺസപ്ഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിനെതിരായിരുന്നു പി സി മുസ്തഫ. അതുകൊണ്ടാണ് ഇത് റിജക്റ്റ് ചെയ്തത്. അദ്ദേഹം പ്രോഫിറ്റിന് മുകളിൽ അദ്ദേഹം ഇൻറ്റഗ്രിറ്റിക്ക് ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്പനി വാല്യൂ ചെയ്യുന്നുണ്ട് ഓണസ്റ്റി ആൻഡ് ഹെൽത്തി ഫുഡ്. വാട്ട് ആർ ദ ഒബ്സർവേഷൻസ് മെയ്ഡ് ബൈ അനുജ ചൗഹാൻ അബൌട്ട് ഹെർ സ്റ്റഡി ഓഫ് ഇക്കണോമിക്സ് ആൻഡ് കരിയർ ഓഫ് റൈറ്റിംഗ്? എന്ത് ഒബ്സർവേഷൻസ് ആണ് അനുജ ചൗഹാൻ ഉണ്ടായിരുന്നത് തൻ്റെ ഇക്കണോമിക്സ് പഠനവും കരിയർ ഓഫ് റൈറ്റിങ്ങും? ഇത് നമുക്ക് പഠിക്കാനുള്ള ഒരു യൂണിറ്റ് ആണ്. ഐ റൈറ്റ് ഹ്യൂമർ ആൻഡ് സോഷ്യൽ കൊമൻട്രി ബേസ്ഡ് ഓൺ ഇന്ത്യൻ സൊസൈറ്റി മസാല സീസ് അനുജ ചൗഹാൻ. Anuja Chauhan observed that her background in economics and advertising helped shape her storytelling skills.
അപ്പോൾ അവർ ഒബ്സർവ് ചെയ്തത് തൻ്റെ എക്കണോമിക്സിലുള്ള ബാക്ക്ഗ്രൗണ്ടും അഡ്വർടൈസിങ്ങും അവരെ സ്റ്റോറി ടെല്ലിംഗ് സ്കിൽസിൽ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. Her advertising career taught her creativity, humor, and audience engagement, which she later used in her novels. അവരുടെ അഡ്വർടൈസിങ് കരിയർ അവരെ പഠിപ്പിച്ചത് ക്രിയേറ്റിവിറ്റി, ഹ്യൂമർ, ഓഡിയൻസ് എൻഗേജ്മെൻ്റ് ഒക്കെയാണ്. ഇതൊക്കെ അവരുടെ നോവൽസ് റൈറ്റിങ്ങിൽ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഷി ബ്ലെൻഡ്സ് റൊമാൻസ്, കോമഡി ആൻഡ് സോഷ്യൽ കോമൻട്രി, ഡ്രോയിങ് ഓൺ റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ആൻഡ് എംഫസൈസ് ഹ്യൂമർ ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഇൻ ഹെർ റൈറ്റിംഗ്. അവരുടെ എഴുത്തുകളിൽ അവർ റൊമാൻസും കോമഡിയും സോഷ്യൽ കോമൻട്രിയും റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ഒക്കെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് അവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, ഹൗ ഡിഡ് ദ പെയിൻറ്റർ ഇൻ ദ ഫേസസ് ഓഫ് ജൂദാസ് ഇസ്കാരിയോട്ട് ഫൈൻഡ് ദ മോഡൽ ഫോർ ഹിസ് ജൂദാസ്? എങ്ങനെയാണ് ഈ ഒരു ദ ഫേസസ് ഓഫ് ജൂദാസ് ഇസ്കാരിയോട്ടിൽ പെയിൻറ്റർ ജൂദാസിൻ്റെ മോഡലിനെ കണ്ടെത്തിയത് എങ്ങനെയാണ്? ഇത് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററാണ് ദ ഫേസസ് ഓഫ് ജൂദാസ് ഇസ്കാരിയോട്ട് ബൈ ബോണി ചാംബർലൈൻ. The painter found the same man who had once modeled for the face of Christ many years earlier. അതായത് അതേ ആളെ തന്നെയാണ് പെയിൻറ്റർ കണ്ടെത്തിയത്. ഒരിക്കൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ മോഡലായിട്ടുണ്ട്, അതായത് ക്രൈസ്റ്റിൻ്റെ ഫേസായിട്ട് ഉള്ള മോഡൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്നു. അയാളെ തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. However, after years of hardship, sin and suffering, the man's face had changed so much that the artist later used him as a model for Judas Iscariot. അതായത് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ബുദ്ധിമുട്ടുകളും ഒരുപാട് തെറ്റൊക്കെ ചെയ്ത് സഫറിങ്ങും ഒക്കെ അതിനൊക്കെ ശേഷം അയാളുടെ ഫേസൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ ഒരു ആർട്ടിസ്റ്റ് ഇപ്പോൾ ജൂദാസ് ഇസ്കാരിയോട്ടിൻ്റെ മോഡലായിട്ടാണുള്ളത്. നെക്സ്റ്റ്, റൈറ്റ് ടു മെമ്മറീസ് ഓഫ് ചാൾസ് ബുക്കോസ്കി ബോർഡ് ഹിസ് മദർ മെൻഷൻഡ് ഇൻ BBC 2 ബുക്ക് മാർക്ക് പ്രോഗ്രാം. ടു മെമ്മറീസ് ചാൾസ് ബുക്കോസ്കിയുടെ മദറിനെ കുറിച്ചിട്ട് BBC 2 ബുക്ക് മാർക്ക് പ്രോഗ്രാമിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2 മെമ്മറീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് പഠിക്കാനുള്ള ദ ഓർഡിനറി മാജിക് ഓഫ് ചാൾസ് ബുക്കോസ്കി BBC 2 ബുക്ക് മാർക്ക് ചാൾസ് ബുക്കോസ്കി 18th March 1995. ഈ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. Charles Bukowski remembered his mother for her silence and suffering under his father's cruelty. He recalled how she endured his father's harshness without protest, which filled him with both love and pain, as reflected on her quiet endurance and emotional strength. അപ്പോൾ ചാൾസ് ബുക്കോസ്കി അമ്മയുടെ ആ ഒരു 2 കാര്യങ്ങളും ഇതിൽ മെൻഷൻ ചെയ്യാണ്, ഓർമ്മിക്കുകയാണ്. തൻ്റെ അമ്മയുടെ സൈലൻസ് ആൻഡ് സഫറിങ്. അച്ഛൻ എന്ന് പറയുന്നത് ഭയങ്കര ക്രൂവലായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ക്രൂവൽറ്റിയിൽ ഉള്ള അമ്മയുടെ സൈലൻസ് ആൻഡ് സഫറിങ് അതിനെക്കുറിച്ചിട്ട് ഓർക്കുന്നുണ്ട്. അതുപോലെ ഫാദറിൻ്റെ ഹാർഷ്നെസ്സിൽ പ്രതിരോധിക്കാതെ അമ്മ എന്ത് ചെയ്യും, അതിനൊക്കെ സഹിക്കും, അതിനെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അമ്മ എന്ന് പറയുന്നത് ലവ് ആൻഡ് പെയിൻ ആയിരുന്നു. അതുപോലെ ഒരു ക്വയറ്റ് എൻഡ്യൂറൻസ്, ഒരു സഹനത്തിൻ്റെ പ്രതീകമൊക്കെ ആയിരുന്നു. അതുപോലെ ഇമോഷണൽ സ്ട്രെങ്ത്തൊക്കെ ആയിരുന്നു അമ്മ. നെക്സ്റ്റ്, റൈറ്റ് 2 സ്പെഷ്യാലിറ്റീസ് ഓഫ് കുമ്പളങ്ങി നൈറ്റ്സ് മെൻഷൻഡ് ഇൻ ദ റിവ്യൂ. കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ റിവ്യൂ ഉണ്ടായിരുന്നു നമുക്ക് പഠിക്കാൻ. അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള 2 സ്പെഷ്യാലിറ്റീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫിലിം റിവ്യൂ കുമ്പളങ്ങി നൈറ്റ്സ് 2019 ബൈ മധു സി നാരായണൻ. The film Kumbhalangi Nights highlights brotherhood, inclusivity, and emotional growth. It is also noted for its natural performances, feminist perspective, and portrayal of progressive masculinity. Section B. A 6 marks, 100 words each. ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്, ഏകദേശം 100 വേർഡ്സിന് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണ്. Illustrate your views to have a successful career. You may use insight from PC Mustafa's Harvard speech. ജസ്റ്റ് ഒരു ജനറൽ ക്വസ്റ്റ്യൻ രൂപത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. എന്നാലും നമ്മുടെ ടെക്സ്റ്റിലുള്ള PC മുസ്തഫയുടെ ഹാർവാർഡ് സ്പീച്ചുമായിട്ട് കണക്റ്റഡ് ആണ്. PC മുസ്തഫാസ് ഹാർവാർഡ് സ്പീച്ചിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ എഴുതുക, അതായത് ഒരു സക്സസ്ഫുൾ കരിയർ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വ്യൂസ് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. According to PC Mustafa, success is built on persistence, humility, and the courage to start small.
Coming from a poor background, he achieved success through hard work, honesty, and ethical practices. He emphasized education, teamwork, and integrity as key values. Mustafa's journey shows that success depends on determination and effort, not background. A successful career requires dedication, lifelong learning, and the strength to face failures positively. അതായത് നമ്മളുടെ പി സി മുസ്തഫയുടെ ഹാർവാർഡ് സ്പീച്ചിൻ്റെ വെളിച്ചത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു സക്സസ്ഫുൾ കരിയർ എന്ന് പറയുന്നത് ഒരിക്കലും ബാക്ക്ഗ്രൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. അതായത് പി സി മുസ്തഫ വന്നിട്ടുള്ളത് ഒരു പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. പക്ഷേ ഹാർഡ് വർക്കിലൂടെയും ഓണസ്റ്റിലൂടെയും എത്തിക്കൽ പ്രാക്ടീസസിലൂടെയും വിജയം കൈവരിച്ച ആളാണ് പി സി മുസ്തഫ. എത്തിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്ന സമയത്ത് ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരിക്കൽ ഒരു ഡയമണ്ട് കട്ട് സ്നാക്ക് താജ് ഹോട്ടലിന് ലാർജ് ഓർഡർ വന്ന സമയത്ത് അതിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം പറയുന്നുണ്ട്, താജ് ഹോട്ടൽ ഈ ഒരു സ്നാക്ക് ബാർ സ്നാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൽക്കഹോളിക് കൺസെപ്ഷനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ തൻ്റെ ബിസിനസ് എത്തിക്സിന് എതിരായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ അതിനെ റിജക്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എത്തിക്സിനെയൊക്കെ മുറുകെ പിടിക്കുന്നത് കൊണ്ട് തന്നെ അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയം. അപ്പോൾ ഒരിക്കലും നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊന്നും വെച്ചിട്ട് അല്ല നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മുടെ കരിയർ സക്സസ് എന്ന് പറയുന്നത്. ഡിറ്റർമിനേഷൻ ആൻഡ് എഫേർട്ട് ഉണ്ടെങ്കിൽ, നമുക്ക് നല്ലൊരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആവാൻ കഴിയും. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ തീം ഓഫ് ദ ഷോർട്ട് ഫിലിം ദ സൈലൻറ്റ് ചൈൽഡ് ബൈ ക്രിസ് ഓവേർട്ടൺ. ക്രിസ് ഓവേർട്ടൻ്റെ സൈലൻറ്റ് ചൈൽഡ് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററാണ്. അതിലെ തീം ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഷോർട്ട് ഫിലിമാണ്. ദ സൈലൻറ്റ് ചൈൽഡ് portrays the emotional isolation of a deaf girl named Libby who struggles to communicate with her hearing family. സൈലൻറ്റ് ചൈൽഡിൽ പറയുന്നത് ഒരു ഇമോഷണൽ ഐസൊലേഷനാണ്. ഒരു കുട്ടിയുടെ, ഒരു ഡഫായിട്ടുള്ള പെൺകുട്ടിയുടെ, ലിബി എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടിയുടെ ഒരു ഏകാന്തത, ഒറ്റപ്പെടലാണ് ഇവിടെ പറയുന്നത്. അവൾ ഡഫായതുകൊണ്ട് തന്നെ അവളുടെ ഫാമിലിയിൽ നിന്ന് അവൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഏകാന്തത പറയുന്നുണ്ട്. ദ ഫിലിം എക്സ്പ്ലോർ തീംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇൻക്ലൂഷൻ ആൻഡ് എമ്പതി, emphasizing how neglect and ignorance can marginalize differently abled individuals. ഈ ഒരു ഫിലിം എക്സ്പ്ലോർ ചെയ്യുന്ന തീം കമ്മ്യൂണിക്കേഷൻ, ഇൻക്ലൂഷൻ, എമ്പതിയാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തുന്നത്, എങ്ങനെയാണ് സമൂഹത്തിൽ നിന്നും ഫാമിലിക്കകത്തും. It highlights the importance of British Sign Language as a tool for empowerment and social integration by depicting the contrast between Libby's connection with her teacher John and her family's indifference. The film critiques society's failure to accommodate the needs of the deaf community. Ultimately, it calls for awareness, understanding, and inclusive education, advocating every child's right to be heard and understood. അപ്പോൾ ഈ ഒരു ഷോർട്ട് ഫിലിം ഒരു അവയർനെസ് നൽകുന്നുണ്ട്. അതായത് ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട്. അതായത് ഈ ഡഫായിട്ടുള്ള കുട്ടീനെ മാറ്റി നിർത്തുന്ന സമയത്ത് ഡിഫറെൻ്റ്ലി ആബിൾഡ് ആയിട്ടുള്ള ആളുകളെ ഒരിക്കലും നമ്മൾ ഐസൊലേറ്റ് ചെയ്യാൻ പാടില്ല. അവരെ നമ്മൾ ചേർത്ത് നിർത്തണം. അതുപോലെ ഓരോ കുട്ടിയുടെ അവകാശമാണ് കേൾവി എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു അവയർനെസ് നൽകുന്നുണ്ട് നമുക്ക് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ. നെക്സ്റ്റ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഒബ്സർവേഷൻ ഓഫ് ചാൾസ് ബുക്കോസ്കി ഓൺ ക്രിയേറ്റീവ് റൈറ്റിംഗ്. ചാൾസ് ബുക്കോസ്കിയുടെ ഒബ്സർവേഷനാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ചൊരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്രിയേറ്റീവ് റൈറ്റിങ്ങിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ. ചാൾസ് ബുക്കോസ്കി ബിലീവ്ഡ് ദാറ്റ് ക്രിയേറ്റീവ് റൈറ്റിംഗ് മസ്റ്റ് കം ഫ്രം എ ജെന്യുവൻ ഇമോഷൻ ആൻഡ് ലിവ്ഡ് എക്സ്പീരിയൻസ്, നോട്ട് ഫ്രം ആർട്ടിഫിഷ്യൽ പോളിഷ് ഓർ ആക്കഡമിക് റൂൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ജെന്യുവൻ ഇമോഷൻ ആയിരിക്കണം, ഒരു ലിവ്ഡ് എക്സ്പീരിയൻസ് ആയിരിക്കണം. ഒരിക്കലും ആർട്ടിഫിഷ്യലായിട്ട് വരുന്ന അല്ലെങ്കിൽ ആക്കഡമിക് റൂൾസ് ആവരുതെന്ന് പറയുന്നുണ്ട്. ഹി വാല്യൂഡ് honesty, simplicity and truth over perfection. For Bukowski, writing was a means of survival and self-expression, helping him confront pain and chaos in life. He encouraged writers to embrace their individuality, avoid imitation, and write only when driven by deep inner necessity. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം റൈറ്റേഴ്സിനെ, എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മളുടെ വ്യക്തിയെ നമ്മൾ എംബ്രേസ് ചെയ്യണം. നമ്മൾ ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്യരുത്. നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുതാൻ പാടുള്ളൂ, അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഹിസ് അപ്രോച്ച് സെലിബ്രേറ്റ് ഒതൻറ്റിസിറ്റി ആസ് എ സോൾ ഓഫ് ട്രൂ ആർട്ട്. നെക്സ്റ്റ്, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി ദ ഫേസ് ഓഫ് ജൂദാസ് ഇസ്കാരിയറ്റ്. ഈ ഒരു സ്റ്റോറിയുടെ മെസ്സേജ് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ സ്റ്റോറി കൺവേസ് എ പ്രൊഫൗണ്ട് മെസ്സേജ് അബൌട്ട് ഹ്യൂമൻ ട്രാൻസ്ഫോർമേഷൻ, ഗിൽറ്റ് ആൻഡ് റിഡംഷൻ.
It reveals how time and experience can change a person's nature. The same man who once symbolized innocence as the model of Christ later becomes the face of Judas, representing sin and betrayal. അതായത് ഇതിൽ റിവീൽ ചെയ്യുന്നത് എങ്ങനെയാണ് കാലം എങ്ങനെയാണ് ഒരാളെ മാറ്റാൻ കഴിയുന്നത്, ഒരാളെ മാറ്റിയെടുക്കാൻ പറ്റുന്നത്, കാലങ്ങൾ, വർഷങ്ങൾ. ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അതായത് പെയിൻറ്റർ തൻ്റെ മോഡലിനെ കണ്ടെത്തി. അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് അയാൾ ക്രൈസ്റ്റിൻ്റെ മുഖം ചെയ്തിട്ടുള്ള ഒരു മോഡലായിരുന്നു. ഇന്ന് അയാൾ ചെയ്യാൻ വിളിക്കുന്നത് ജൂദാസ് ഇസ്കാരിയോട്ടിൻ്റെ മോഡലായിട്ടാണ്. അപ്പോൾ അന്ന് അയാളുടെ ആ ഒരു ഇന്നസെൻസിൻ്റെ സിമ്പിളായിരുന്നു, ഇന്ന് സിൻ ആൻഡ് ബിട്രയലിൻ്റെ സിമ്പിളാണെന്ന് പറയുന്നുണ്ട്. ദിസ് ട്രാൻസ്ഫോർമേഷൻ ഹൈലൈറ്റ്സ് ദ ഫ്രജൈൽ ബാലൻസ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഏവിൾ വിത്തിൻ എവറി ഹ്യൂമൻ ബീങ്. അതായത് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഹൈലൈറ്റ് ചെയ്യുന്നത് ഓരോ മനുഷ്യരിലും ഗുഡ് ആൻഡ് ഇവിൾ ഉണ്ട്, നല്ലതും തിന്മയും ചീത്തതും ഉണ്ട്. ദ ടെയിൽ ഓൾസോ cautions against judging others by their outward appearance and emphasizes the power of compassion and understanding. Ultimately, it space more reflection, reminding readers that everyone is capable of both downfall and redemption. Section C. Each question carries 10 marks. Essay type. Essay type answer ആണ്. 2 ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി, 10 മാർക്കാണ് കിട്ടുന്നത്. റൈറ്റ് ആൻ എസ്സേ ഓൺ ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി ബൈ റെഫറിങ് ടു ദ എക്സ്പീരിയൻസ് ഓഫ് ദീപ മാലിക് ആൻഡ് സിമിലർ പീപ്പിൾ യു നോ. ഒരു എസ്സേ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റിനെ കുറിച്ചിട്ട്. ദീപ മാലിക്കിൻ്റെ എക്സ്പീരിയൻസിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, അതുപോലെ നിങ്ങൾക്ക് അതുപോലെ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ അനുഭവം വെച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി എന്ന് പറഞ്ഞാൽ, ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വൈവിധ്യം, ഇൻക്ലൂസിവിറ്റി എന്ന് പറഞ്ഞാൽ അതായത് ഇൻക്ലൂഡ് ചെയ്യുക, ഉൾപ്പെടുത്തിക്കൊണ്ട്, ഉൾക്കൊള്ളിച്ചുകൊണ്ട്. ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി ആർ എസെൻഷ്യൽ പില്ലേഴ്സ് ഓഫ് എ മോഡേൺ ആൻഡ് കമ്പാഷനേറ്റ് സൊസൈറ്റി. നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഡൈവേഴ്സിറ്റിയും ഇൻക്ലൂസിവിറ്റിയും ഒരു എസെൻഷ്യൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തൂണുകളാണ്. They ensure that people of all backgrounds, genders and abilities are treated with equal respect and given the same opportunities to succeed. അതായത് നമ്മൾ ഉറപ്പ് വരുത്തണം, നമ്മളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, പല ബാക്ക്ഗ്രൗണ്ടിൽ വന്നത്, പല ജെൻഡറിലുള്ള, പല കഴിവുകളുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവർ ഈക്വലായിട്ട് സമത്വത്തോടു കൂടി നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണം, അവരെ ട്രീറ്റ് ചെയ്യണം, അത് നമ്മൾ ഉറപ്പ് വരുത്തണം. The life of Deepa Malik, India's first female Paralympic medalist, is a powerful example of these values in action. ദീപ മാലിക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഫസ്റ്റ് ഫീമെയിൽ പാരലിമ്പിക് മെഡലിസ്റ്റ് ആണ്. അവരിതിന് ഉത്തമ ഉദാഹരണമാണ്. പാരലൈസ്ഡ് ഫ്രം ദ ചെസ്റ്റ് ഡൗൺ, ദീപ ഫേസ്ഡ് മെനി ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ബാരിയേഴ്സ്. അതായത് അവർ പാരലൈസ്ഡ് ആണ്, അവർ ഒരുപാട് ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ബാരിയേഴ്സ് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം, അതുപോലെ റെസ്പെക്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അവരെ ഒരിക്കലും മാറ്റി നിർത്തരുത്. And with courage and determination, she turned her wheelchair into a symbol of strength and transformation. By winning a silver medal at the 2016 Rio Paralympic Games, she proved that disability is not inability. Beyond sport, she became a strong advocate for accessibility and empowerment, working to make India a more inclusive nation for people with disabilities. അവരുടെ ആ ഒരു ഡിറ്റർമിനേഷനും സ്ട്രെങ്ത്തും ഒക്കെ വെച്ചിട്ടാണ് അവർ വിൻ ചെയ്തത്, ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളായിട്ട് പോലും. അതായത് 2016 റിയോ പാരലിമ്പിക് ഗെയിംസിൽ അവരുടെ ഡിസബിലിറ്റി ഒരു ഇന്നബിലിറ്റി അല്ല, കഴിവില്ലായ്മയല്ല എന്ന് തെളിയിച്ചിട്ടുണ്ടായിരുന്നു. ഡൈവേഴ്സിറ്റി മീൻസ് റിക്കഗ്നൈസിങ് ആൻഡ് റെസ്പെക്റ്റിംഗ് ഡിഫറൻസസ്, while inclusivity means creating systems where everyone can participate equally. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ, വൈവിധ്യം എന്ന് പറഞ്ഞാൽ അതായത് പലതരത്തിലുള്ള ആളുകളെ, പല ബാക്ക്ഗ്രൗണ്ടിൽ, പല ജെൻഡറിലുള്ള ആളുകളുണ്ടാകും, പല രീതിയിലുള്ള ആളുകളുണ്ടാകും. അവരെ മനസ്സിലാക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ആ ഒരു ഡൈവേഴ്സിറ്റീനെ മനസ്സിലാക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇൻക്ലൂസിവിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഈക്വലി ഇൻക്ലൂഡ് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതായത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലാതെ അവരുടെ ഫിസിക്കൽ ഡൈവേഴ്സിറ്റി വെച്ചിട്ടല്ല എന്നാണ് പറയുന്നത്.
When society support and values all its members, it becomes richer in empathy, creativity, and innovation. Deepamali's journey teaches us that inclusion is not charity, it's justice. True progress begins when every individual, regardless of ability or circumstances, is given the chance to live with dignity and contribute to society. ദീപമാലിക്കിൻ്റെ ആ ഒരു ജീവിതയാത്ര നമ്മളെ പഠിപ്പിക്കുന്നത് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ഒരു ചാരിറ്റി അല്ല, അതൊരു ജസ്റ്റിസ് ആണ്, ഒരു നീതിയാണെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ്, write a review on Malayalam movie you have watched. You may follow the pattern of the movie review on കുമ്പളങ്ങി നൈറ്റ്സ്. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ ഒരു റിവ്യൂ നമ്മുടെ ബുക്കിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പാറ്റേൺ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു മൂവീൻ്റെ റിവ്യൂ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മലയാളം മൂവി ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഏത് മൂവി ആയാലും കുഴപ്പമില്ല, ജസ്റ്റ് ഇതിലൊരു മൂവി ഒരു ഉദാഹരണത്തിന് കൊടുത്തിട്ടുണ്ട്. 2018 എവരി വൺ ഈസ് എ ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ്. 2018 നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു മലയാളം മൂവിയാണ്. അതാണ് ജസ്റ്റ് ഒരു ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുള്ളത്. കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ പാറ്റേൺ വെച്ചിട്ടാണ് മൂവി റിവ്യൂ എഴുതേണ്ടത്. നിങ്ങൾ ഏതെങ്കിലും ഒരു മൂവി എഴുതിയാൽ മതി, നിങ്ങൾ കണ്ടിട്ടുള്ള. I recently watched 2080 Everyone is a Hero, a Malayalam film directed by Jude Anthony Joseph. The movie is based on the real-life events of 2018 Kerala flood and beautifully captured the spirit of unity, resilience, and humanity that emerged during the tragedy. It portrays how ordinary people, fishermen, youth, families, and even strangers became heroes by helping each other in a time of crisis. The film stands out for its realistic storytelling and emotional depth. The performances of actors like Tomina Thomas, Kunjako Boban, and Asif Ali are sincere and moving. And the cinematography and background score create a powerful atmosphere of both fear and hope, perfectly balancing the intensity of the floods with the warmth of human compassion. Like Kumbhalangi Nights 2018 emphasizes inclusivity, brotherhood, and the beauty of human connection. It reminds reviewers that humanity rises above religion, caste, and status. When faced with adversity, the movie is not just a disaster drama but a tribute to Kerala's indomitable spirit. Overall, 2080 Everyone is a Hero is an inspiring, emotional, and visually stunning film that leaves the audience with pride, gratitude, and renewed faith in humanity.